ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഈ കാണുന്ന കപ്പിൽ 6 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരി നമ്മളൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഊറ്റി മാറ്റി വെക്കണം. അതിനുശേഷം നമ്മുടെ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എപ്പോഴും ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി വെള്ളം തിളപ്പിക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന അരി നമ്മൾ കുറേശ്ശെയായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം, ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ അരി വെന്തിട്ടുണ്ടാവും. ഒരു 90% കുക്കായാൽ മതി. അതിനുശേഷം നമ്മുടെ അരി വെള്ളത്തിൽ നിന്ന് നമ്മൾ തീരെ വെള്ളമില്ലാത്ത രീതിയിൽ നമ്മൾ ഊറ്റി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കണം. അങ്ങനെ എല്ലാ അരിയും നമ്മൾ ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചിരിക്കണം. ഇനി ഇത് ഏകദേശം ഒരു 1/4 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. കാരണം അത് ആ അരിയുടെ ചൂടൊക്കെ മാറി നന്നായി തണുക്കും. അതിനുശേഷം നമ്മൾ പാൻ എടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 2-2.5 മാക്സിമം 3 ടീസ്പൂൺ ബട്ടർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഇനി ഓരോ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. ഏകദേശം ഒരു 6 ചുള വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു. അതിനുശേഷം സബോള, ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഒരു സബോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും ഏകദേശം ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നന്നായി ഇളക്കുന്നു. ശേഷം നമ്മുടെ ക്യാരറ്റ്, ഒരു 1.5 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 10-15 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ക്യാപ്സിക്കം, ഫ്രൈഡ് റൈസിൻ്റെ മെയിനായിട്ടുള്ള ക്യാപ്സിക്കമാണ്. ഏകദേശം ഒരു മീഡിയം സൈസിലൊരു ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഏകദേശം ഒരു 5-6 സ്പ്രിംഗ് ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ആഡ് ചെയ്യാൻ എല്ലാ വെജിറ്റബിൾസ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ബട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചത് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്യുക 1 ടീസ്പൂൺ. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോഴിമുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്കത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 3 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് സോയാ സോസ് ആഡ് ചെയ്യും. ഞാനിത് 3 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അരി അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, അരി പൊട്ടിപ്പോകരുത്. അതുകൊണ്ട് മെല്ലെ തന്നെ നമ്മൾ ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ആണെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കുരുമുളക് പൊടി, ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ചുള്ള നമ്മൾ കുരുമുളക് പൊടി 3 ടീസ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈഡ് റൈസ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ട് നമുക്ക് ചില്ലി ചിക്കനോ ചില്ലി ഗോപിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.